എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു നെയിൽ പോളിഷ് റിമൂവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പിങ്ക് കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പുറത്തേക്ക്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലത്തെ ഒരു സ്പോഞ്ചാണ്. എനിക്കിപ്പോൾ ഇത് കിട്ടിയത് പുതിയ വാച്ച് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പോഞ്ച് സ്ക്രബില്ലേ, അതിൻ്റെ സ്പോഞ്ച് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ആ സ്പോഞ്ചിനെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. നമ്മൾ വിരൽ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വേണം നമ്മൾ ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു റോൾ ചെയ്ത സ്പോഞ്ചിനെ ഈ ഒരു ബോട്ടിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് നെയിൽ പോളിഷ് റിമൂവറാണ്. അപ്പോൾ ഈ ഒരു ലിക്വിഡ് നെയിൽ പോളിഷ് റിമൂവർ നമ്മൾ ഈ ഒരു ഇപ്പോൾ ഉണ്ടാക്കിയ സ്പോഞ്ചിലേക്ക് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക. സ്പോഞ്ച് മുഴുവനായിട്ട് നനയാൻ പാകത്തിനാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലിങ്ങനെ മുങ്ങി കിടക്കേണ്ട ആവശ്യമില്ല, വെള്ളം പോലെ കിടക്കേണ്ട ആവശ്യമില്ല. സ്പോഞ്ച് ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മതി. അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഡിപ്പ് ആൻഡ് ട്വിസ്റ്റ് നെയിൽ പോളിഷ് റിമൂവർ ബോട്ടിൽ ഇവിടെ റെഡിയാവും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഒരു പ്രാവശ്യം നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും തന്നെ നമ്മളുടെ 90% നെയിൽ പോളിഷും ക്ലീൻ ആയിട്ടുണ്ടാവും. കുറച്ച് ലൈറ്റ് കളേഴ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒറ്റ ഡിപ്പിൽ തന്നെ ഇത് ക്ലീൻ ആവും. അപ്പോൾ നമ്മൾ കോട്ടൺ പാഡും നെയിൽ പോളിഷ് റിമൂവറൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ഇത്. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് നമ്മളുടെ പണി കഴിയും എന്നുള്ളതാണ്. ജസ്റ്റ് ഇങ്ങനെ വിരലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും തന്നെ നമ്മളുടെ നെയിൽ പോളിഷ് ക്ലീൻ ആവും. പിന്നെ നമ്മൾക്ക് ഇത് ട്രാവൽ ഫ്രണ്ട്ലിയും ആണ്. വീട്ടിൽ ഇങ്ങനത്തെ ഡബ്ബയും സ്പോഞ്ചും ഒക്കെ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.